എന്തോ ചെയ്യുവാ ഇവിടെ? എടി എന്റെ മീനാക്ഷി, ഞാൻ ചൂണ്ടയിടുവാടി. ആണോ? ചൂണ്ടയിട്ടാ മീൻ കിട്ടൂടി ഞങ്ങളുടെ. അതെല്ലായിടത്തും കിട്ടും. കൊച്ചെറിയ കല്ലേമുട്ടിയാ, പക്ഷെ ഞാൻ പിടിക്കുവടി. ഞങ്ങള് വറക്കും. ഞങ്ങള് വറുത്തത് ഇവിടെ. മീനൊക്കെ ഇപ്പം ഭയങ്കര വിലയല്ലേ കണ്ടോ? ഇങ്ങനത്തെയാ കിട്ടുന്നത്. ചേച്ചി നല്ല മീനാണല്ലോ ചേച്ചി. ചെറുതാണേലും നല്ല മീനാടി. നോക്കട്ടെ. നീ നോക്കണ്ട, നീ നോക്കിയാ ചെലപ്പം കിട്ടത്തില്ല. എന്താ ചേച്ചി അങ്ങനെ ഒരു വർത്താനം? അങ്ങനെ വർത്താനം എന്ന് പറഞ്ഞു അങ്ങനെ പലരും നോക്കി. എനിക്ക് അനുഭവം ഉണ്ട്, പിന്നെ കിട്ടാത്തില്ല. അതുകൊണ്ടായി. അയ്യോ ചേച്ചി, നല്ല മീനാണല്ലോ ചേച്ചി. നീ കൊതിക്കുവാണോടി? പിന്നെ എനിക്ക് ഇനിയും കിട്ടാത്തില്ല. നീ ഇങ്ങനൊക്കെ ചേച്ചി, നാളെ വരുമ്പോ ഞാനും കൊണ്ടുവരാ ചേച്ചി ചൂണ്ട. ചൂണ്ട കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടിട്ടാ നിനക്കും പിടിച്ചോണ്ട് പോകാം. നിങ്ങളൊക്കെ പിന്നെ പൈസയുള്ളവരായോണ്ട് നിങ്ങൾ വലിയ മീൻ മേടിച്ചാ കൂട്ടപ്പം. പിന്നെ എവിടാ പൈസ? എന്റെ പൈസയൊന്നും ഇല്ല. എന്നാ ചേച്ചി, എന്നാ മീനാ ചേച്ചി? രണ്ട് മീനെ തന്നു വിടാ. ഒരു മീനും തരാനില്ലടി, 5-6 ഉള്ളു. എന്റെ കുഞ്ഞുങ്ങൾക്ക് വറക്കണ്ടായോടി. അങ്ങനെ തരാൻ പറ്റത്തില്ല. അതുകൊണ്ടല്ലേ പറയുന്നത്. അങ്ങനെയൊന്നും തരത്തില്ല. പിടിക്കാൻ വലിയ പാടാ. ഇത് എത്ര നേരം കണ്ട വെള്ളത്തിൽ കിടക്കുന്ന മീനാ. നമ്മള് പറയുന്ന പോലെ കിട്ടുമോ? കിട്ടുന്നത് ഞങ്ങൾക്ക് കറി വെക്കണ്ടായോ? വഴക്കല്ല, കാര്യമാ പറഞ്ഞത്. സ്നേഹമാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, എപ്പോഴും നമ്മളൊരു വഴക്കുണ്ടാവും. വഴക്കുണ്ടാകാനാണ്. അതെ, അതൊന്ന് സമരിയാകാൻ ഭയങ്കര പ്രയാസമാണ്. അത് ചേച്ചി അറിഞ്ഞോ? ഞാൻ ഇങ്ങോട്ട് പറയാൻ വന്നത്. അപ്പോഴാ ചേച്ചി ചൂണ്ടയിടുന്നോ ചേച്ചി? നല്ല മീൻ ചേച്ചി. അയ്യോ ചേച്ചി, എടുത്തോട്ടെ. അത് നീ കൊണ്ടുപോയാൽ ഒക്കത്തില്ല. എനിക്ക് വേണം. ഞാൻ പിടിക്കുന്നത് എനിക്കാ. നീ പിടിച്ചോണ്ട് പോയി കൂട്ടാൻ വെച്ച എന്റെ മക്കൾക്ക് കൊടുക്കും. ചേച്ചി മതി, ഞാൻ പറയാൻ വന്ന കാര്യം പറയട്ടെ. എന്നാ പറയടി. നമ്മുടെ സരോജിനി ഇല്ലേ? അറിയത്തില്ലേ? സരോജിനി എനിക്കറിയാം. തെക്കയിടത്തെ വടക്കത്തെ സരോജിനി. അവളുടെ ഇല്ലേ പഴച്ച പെണ്ണില്ലായിരുന്നു? ഉണ്ടായിരുന്നു, ഒരു പെണ്ണുണ്ടായിരുന്നു. അവളെ ഇന്നലെ രാത്രി ഒളിച്ചോടി പോയി. ആരുടെ കൂടെ പോയിടി? ആരുടെ കൂടെ ആണെന്നൊന്നും എനിക്കറിയത്തില്ല. അവള് പോയി. എന്നാ പറ്റി ചേച്ചി? മീൻ പോയോ? എവിടാ ചേച്ചി മാവ് കൊണ്ടുവച്ചേക്കുന്നത്? മാവന്റെ പറവിലാടി. വേറൊന്നും ആവായിരുന്നാ മതി. ചേച്ചി, ആ പിഴച്ച കൊച്ചില്ലേ? എനിക്ക് അപ്പഴേ അറിയായിരുന്നു അവള് പിഴച്ച മോളാന്ന്. നമ്മളിപ്പോ ഒന്നും പറയണ്ട, പെൺപിള്ളാരല്ലേ, അവര് അങ്ങനെയൊക്കെയാ എല്ലായിടത്തും ഉണ്ട്. അതെ, എന്നാലും അവളെന്നാ പൊങ്ങച്ചവായിരുന്നു. പൊങ്ങച്ചം പറയുവായിരുന്നടി, അത് ഞാനും കേട്ടിട്ടുണ്ട്. എന്നാ പൊങ്ങച്ചവായിരുന്നു. എന്തെങ്കിലും പറയാൻ തുടങ്ങി അമ്മയ്ക്കും മോക്കും പൊങ്ങച്ചവായിരുന്നു. പൊങ്ങച്ചല്ലായിരുന്നു. ഞാൻ പറഞ്ഞ സത്യമല്ലേ? നീ പറഞ്ഞത് സത്യവാടി. എന്നവാ ചേച്ചി കിണുകാന്നാണല്ലോ മീൻ കിട്ടുന്നത്? അങ്ങനെ പറയാതെടി കുഞ്ഞെ. 2 എണ്ണം കിട്ടാൻ ഞാൻ കിടന്നുകൊണ്ട് ബുദ്ധിമുട്ടും. ഈ കുറച്ച് തുണിയെല്ലാം വാരി വെയിലത്തിട്ടേക്കുന്നടിയോ. മഴ വരുവാണ്, എനിക്ക് അതെല്ലാം പെറുക്കി എടുക്കണം. നീയും കൂടെ ഒന്ന് സഹായിക്കണം. ഞാനോ? നിനക്കെന്താടി എന്ന് ചെയ്തു തന്ന? എനിക്ക് പറ്റത്തില്ല. അല്ല പിന്നെ അങ്ങനെയല്ലേ നീ ഒരു ന്യൂസും ഇല്ല മോനെ. പിന്നെ അവിടുത്തെ കല അവളുണ്ടല്ലോ, ആ കാർത്തിയായനി. അവിടെ ഭർത്താവുമായിട്ട് വഴക്കുണ്ടായി. അവള് പിന്നെ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കായിരുന്നു. അങ്ങനെ എന്നും ഇച്ചിരി തണ്ണി അടിക്കുന്നവനല്ലേ. അവൻ വരുമ്പോഴത്തേക്ക് ഇവിടെ തുടങ്ങും വഴക്ക്. അന്നേരം അവനും വല്ലതും പറയാം. അങ്ങനെ ഒരു ബഹളം ചെറുതായി. ഞാനിവിടെ ഇരുന്ന് കേട്ടതാ. കേട്ടോ? ഇത്രയും കേൾവിയുണ്ട് മോളെ. എനിക്ക് കണ്ണിന് ശാലം കാഴ്ചയല്ലെന്നേ ഉള്ളു, കുറവാണെന്നേ ഉള്ളു. ബാക്കിയൊക്കെ ഉണ്ട്. ശരി. പിന്നെ ന്യൂസും കിട്ടുവാണ് എന്നോട് പറയാം. പറയാവടി. നിനക്ക് കിട്ടുന്ന എന്നോടും പറയണം. അതല്ല ഇപ്പൊ ഞാൻ വന്ന് പറഞ്ഞത്. അത് പിന്നെ വൈകിട്ട് മക്കള് വിളിക്കുവോ? വൈകിട്ട് മക്കള് വിളിക്കും. മക്കളെല്ലാരും വിളിക്കുന്നുണ്ട്, ദിവസവും വിളിക്കുവോ. വൈകിട്ട് വീഡിയോ കോള് ചെയ്യും. ചെയ്യും. പിന്നെ അന്നേരം ഞാൻ പറയാം മീനാക്ഷി വന്ന് ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ പറയുന്നുണ്ട് മീനാക്ഷി എന്ന് ഞാൻ പറയാം. പിള്ളേരും എല്ലാം പറയുവാണെ പറയണേ. പറയാടി. എന്തുണ്ടായാലും നിന്നോട് പറയാത്ത കാര്യങ്ങളുണ്ടോ? അയ്യോ പോയല്ലോ ചേച്ചി. അത് പോയി വരണം. ഞാനായിരുന്നു 10 മീനെ പിടിച്ചേനെ. നീ പിടിച്ചോണ്ട് പോടി. നിനക്ക് നിന്റെ പിള്ളേർക്ക് കറി വെക്കണമെങ്കിൽ. 2 മീനത്താ ചേച്ചി. ഞാൻ പിടിച്ചത് തരികയല്ലോ മീനാക്ഷി. എനിക്ക് വേണ്ടായോ? നിനക്ക് വേണ്ടേ? അങ്ങനൊന്നും ആർക്കും ഉണ്ടെങ്കിൽ തരാം. എന്താ പറഞ്ഞത്? വിശേഷങ്ങൾ മേടിച്ചു പോയി. ഞാനങ്ങ് വിശേഷങ്ങൾ വല്ലതും പറഞ്ഞു. വിശേഷങ്ങൾ പറഞ്ഞ മിനി
ചേച്ചിയുടെ മോള് വിളിച്ചായിരുന്നു. ആ അതന്നെയാ ചോദിച്ചത്. വിശേഷങ്ങളെന്ന് പറഞ്ഞാ ഒന്നും പറഞ്ഞില്ല. പിന്നെ എന്തേലും ന്യൂസ് കിട്ടുവാണെങ്കിൽ എന്നോട് പറയാന്ന്. അത്രേ ഉള്ളു. പിന്നെ മിനി എനിക്ക് വലിയ കാര്യം. അവളെ എല്ലാവർക്കും വലിയ കാര്യം. അവളെ എല്ലാവരോടും വർത്തമാനം പറയുക എടുക്കുക. അതേസമയം ബിന്ദുവാണെങ്കിൽ അവള് ചെറുപ്പം മുതലേ അങ്ങനെ അവളങ്ങനെ വലിയ വർത്തമാനം ഒന്നും പറയും. സിന്ധുവും മിനിയും എല്ലാവരോടും വർത്താനം പറയും. ചേച്ചി മൂക്കടപ്പ ചേച്ചി അങ്ങ്. മൂക്കടയ്ക്കുന്നെങ്കിൽ പോയി മരുന്ന് മേടിച്ചു കഴിക്കണം. ചേച്ചിക്ക് പനിയാന്നൊക്കെ ഇന്നലെ കേട്ടു. എനിക്ക് അത്ര ദിവസമായി പനിയായിട്ട്. നീ ഇപ്പോഴാണോ തിരക്കുന്നത്? മോള് പറഞ്ഞായിരുന്നു. നീ ഇപ്പോഴാണ് ന്യൂസ് പിടിക്കാനല്ലേ നീ ഇങ്ങോട്ട് വന്നത്, അല്ലാതെ നീ വരികയെ. ന്യൂസ് പറയാനല്ലേ ചേച്ചി ഇങ്ങോട്ട് വന്നത്. അപ്പോഴല്ലേ ചേച്ചി ഉടക്കാൻ കയറിയത്. ഉടക്കാൻ കയറി. നീ ഉടക്കുമ്പോൾ ഞാനും ഉടക്കും. എനിക്ക് പിന്നെ എന്താ പണി? അത്രേ ഉള്ളു. അയ്യോ നല്ല മഴ വരുന്നുണ്ടല്ലോ ചേച്ചി. മഴ വരുന്നത് പ്രാർത്ഥിക്കടി. മഴ വെയിൽ പറയും. ഇവിടെ മനുഷ്യന് ചൂടെടുത്തിട്ട് നിൽക്കാൻ വയ്യ. നിങ്ങളുടെ തുണി കാരണം പിന്നെ ഇനിയും പ്രാർത്ഥിക്കാതിരിക്കണം. എന്താ പാടി മീനാക്ഷി, ഇങ്ങനെ കൊള്ളത്തില്ലടി ഈ സ്വഭാവം കേട്ടോ. നമ്മളെ കൂട്ടുകാരെ നീ ഇവിടെ ഇരിക്കടി. ഈ തുണി ഉണങ്ങുമ്പോ എന്റെ കൂടെ ഒന്ന് പെറുക്കി തന്നിട്ട്. ഞാൻ ന്യൂസ് പറയാൻ വന്നതല്ലേ. നിനക്ക് ന്യൂസേ ഉള്ളല്ലോ, അല്ലാതെ വേറെ ഒന്നുമില്ല. ആരുടെ എല്ലാം കുറ്റവും കുറേം പറയണോ അതെല്ലാം നീ പറയും. അല്ലാതെ നിനക്ക് വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, വേറെ പണിയൊന്നും ഇല്ലല്ലോ. എന്നാലും ആ കൊച്ചു ഇത്രയും കൊച്ചു കാണിച്ചെങ്കിൽ അങ്ങനെയൊക്കെ പെൺപിള്ളാരെ നിന്റെ മക്കളും കാണിക്കും. എനിക്ക് പെൺമക്കളില്ല. പെൺമക്കളില്ലാത്തോണ്ടാ നീ ഈ കുറ്റങ്ങൾ പറഞ്ഞു നടക്കും. അതാണ് നിനക്ക് പറ്റുന്ന പോലെ. ഞാൻ എന്റെ പിള്ളേരെ കെട്ടിച്ചു വിട്ടടി. വിട്ടെങ്കിൽ മീനാക്ഷി നിനക്ക് ഇത് പറ്റിയതല്ല കേട്ടോ. ഒരു പെൺകുഞ്ഞുള്ളവർ